നമസ്കാരം. ഉഡായിപ്പാശ സൂസി മിനി അഥവാ സുഡാപ്പി മിനി അവരെ ഈ അടുത്ത കാലത്ത് ആശ എന്നൊരു കഥാപാത്രം, ഏത് ആശാ വർക്കർ എന്നൊരു കഥാപാത്രം കെട്ടി സെക്രട്ടറിയേറ്റ് പടിക്കൽ അവരോടൊപ്പം കുറച്ച് കഥാപാത്രങ്ങളെ കൂടെ ഇറക്കി ഒരു ആശാസമര നാടകം അരങ്ങേറിയിരുന്നല്ലോ. ആരും മറന്നിട്ടുണ്ടാകില്ല. സതീശന്റെ ദിവസപ്പടിയും മാസപ്പടിയും വാങ്ങിക്കൊടുത്തു അവരെ അവിടെ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തുകൊണ്ട് സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചത് നിങ്ങൾ മറന്നില്ലല്ലോ. നമ്മൾ പറയാറില്ലേ, ചിലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കാലം മറുപടി കൊടുക്കുമെന്നു. ആ സമരത്തെ ഏറ്റവും കൂടുതൽ കത്തിച്ചതാരാണ്? മൗദൂദി അഥവാ ജമാഅത്ത് ഇസ്ലാമി ചാനലായിട്ടുള്ള മീഡിയ വണ്ണും മാധ്യമ പത്രമാണ്. അവർക്ക് ആശാ വർക്കർമാരുടെ ആ 1000 രൂപ ഓണറേറിയം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി എന്തൊരു മുറവിളിയായിരുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർ ആത്മാർത്ഥമായിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പരിശോധിക്കണ്ടേ? അപ്പോഴാണ് ഇതേ മൗദൂദി അഥവാ ജമാഅത്ത് ഇസ്ലാമി ചാനലായിട്ടുള്ള മീഡിയ വണ്ണിന് ഒരു പത്രസ്ഥാപനം കൂടിയുണ്ട്. ഏത്? മാധ്യമം പത്രം. ആ മാധ്യമം പത്രത്തിൽ കഴിഞ്ഞ 5 മാസമായിട്ട് ചെയ്ത തൊഴിലിന് ശമ്പളം കൊടുക്കാതെ കുറേയേറെ മനുഷ്യർ തെരുവിൽ കിടക്കുകയാണ്. ആരാണ്? മാധ്യമ പ്രവർത്തകർ. ഇവർക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തിയിരുന്നവർ. ആ പണി ചെയ്തതിന് അന്തസ്സായിട്ട് വേതനം കൊടുക്കണ്ടേ? ഇവിടെ കിടന്ന സൂസി മിനിയെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കൊടുത്ത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ അധികാരം പിടിക്കാൻ വേണ്ടി സതീശന് വേണ്ടി കഥാപാത്രമാക്കിയവർക്ക് ഈ യഥാർത്ഥ സമരത്തിനു മേൽ എന്തുകൊണ്ട് കണ്ണടയ്ക്കപ്പെടുന്നു? നോക്കി. പക്ഷെ മോദി സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ലേബർ കോഡ്, ഓൾറെഡി കൊണ്ടുവന്ന ലേബർ കോഡ് കേരളത്തിൽ അത് ശക്തമാകാനിരിക്കുക. ഈ ലേബർ കോഡിനെ അതിനെ ആയുധമാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ട് മാധ്യമ മേഖലയിൽ ലേബർ കോഡ് നടപ്പാക്കാൻ പോകുന്ന ഒരു സ്ഥാപനമായി മാറാൻ മാധ്യമത്തിന്റെ മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, സർക്കാരിനെതിരെ സമരം ചെയ്യാൻ സൂസിമാരെ കൊണ്ടുവരുമ്പോൾ സ്വന്തം സ്ഥാപനത്തിൽ മര്യാദയ്ക്ക് പണിയെടുത്ത ഏത് വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷകരാണ്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തിളച്ചു മറിയുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ 50ഓളം വരുന്ന ജീവനക്കാർ അവർ കഷ്ടപ്പെട്ടതിൻ്റെയാണ്. ഉറക്കമളച്ചിരുന്ന് അവർ ചെയ്ത ജോലിയുടെ പണം ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ ഈ നാട്ടിൽ കുറെ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഉഡായിപ്പുകളെ കൊണ്ടുവന്ന് സർക്കാർ വിരുദ്ധ വാർത്ത സൃഷ്ടിക്കുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നാണ് നിങ്ങൾ കാണുന്നത്. അവർ ചെയ്ത ജോലിയുടെ ശമ്പളം ചോദിക്കുമ്പോൾ അതിനോട് മുഖം തിരിക്കുകയാണ്. ലക്ഷങ്ങൾ ഇപ്പോൾ PR പണിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് കോൺഗ്രസ്സുകാരിലൂടെ വന്ന് കുന്നുകൂടുന്നുണ്ട്, ഒപ്പം തന്നെ ലീഗിലൂടെ വന്ന് കുന്നുകൂടുന്നുണ്ട്. ആ പണമെടുത്ത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അന്തസ്സായിട്ട് അവർ ചെയ്ത ജോലിയുടെ വേതനം കൊടുത്തിട്ട് ഇവർ നാട്ടിലുള്ളവരുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് അതിനുവേണ്ടി പോരാടാൻ ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാം അന്തസ്സുള്ള പണിയാണെന്ന്. ഇതോ എന്തെങ്കിലും അന്തസ്സുണ്ടോ? ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? മറു സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ മൗദൂദി വിഭാഗക്കാർ എന്താണെന്ന് നാട് കാണേണ്ടതാണ്. ഒന്നാമത് റമദാൻ മാസമാണ് കടന്നു വരുന്നത്. ആ സന്ദർഭത്തിലാണ് ചെയ്ത ജോലിക്കും ഒപ്പം തന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, നിരവധി ചിലവുകളുണ്ട്, ചെയ്ത മാധ്യമ പ്രവർത്തനമാണ്. 5 മാസത്തോളം ശമ്പളമില്ലാതെ കുടിശ്ശിക വരുത്തി ഇവരെ തെരുവിലിറക്കിയിട്ട് ഇന്നലകളിൽ ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന പേരിലൊക്കെ സർക്കാരിനെതിരെ വാർത്ത സൃഷ്ടിക്കാൻ നടക്കുന്ന മൗദൂദി ചാനലിനകത്തിരിക്കുന്ന ദാവൂദന്മാരൊക്കെ എന്തേ ഇത് കാണുന്നില്ല? ഈ ഒരു സങ്കടവും ഈ പ്രതിഷേധവും ഈ സമരവും കണ്ടിട്ട് ഇതിനെതിരെ ആ വൈകുന്നേരത്തെ ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ട് ദാവൂദിന് 4 വാചകം പറയാനുള്ള നട്ടലുണ്ടോ എന്ന് ഈ സമൂഹം ചോദിക്കുകയാണ്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ഇരുന്ന് മുസ്ലിം മതവിഭാഗങ്ങൾ നേരിടുന്ന അവഗണനയ്ക്കെതിരെ കവിത രചിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം വലിയ ഭാവനാ സമ്പന്നമായി സംസാരിക്കുമ്പോൾ സ്വന്തം സ്ഥാപനത്തിലെ ഈ മൗദൂദികൾ കൊടുത്ത 8ന്റെ പണി അല്ലെങ്കിൽ ആ പാവപ്പെട്ടവർക്ക് ചെയ്ത ജോലിക്ക് വേതനം കൊടുക്കാതെ ഈ ദുരിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ശേഷം ഒരു റമദാൻ മാസം എത്തുമ്പോൾ ആ കുടുംബങ്ങൾ മുഴുപട്ടിണിയിലായിട്ട് അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാത്ത ഈ കാപട്യങ്ങളെ നാട് തിരിച്ചറിയേണ്ടതാണ്. ഇവരൊക്കെ ക്യാമറകളുടെ മുന്നിൽ എന്ത് സംസാരിക്കുന്നു, അതിന്റെ പിന്നിലേക്ക് ഇറങ്ങിയാൽ എന്ത്
പ്രവൃത്തി ചെയ്യുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പ്രതിഷേധ സമരം. ഈ സമരം ഏകദേശം 50 ദിവസം പിന്നിടുന്നു. എന്നിട്ട് അവർ ചെയ്ത വേതനം കൊടുക്കുന്നില്ല, അവർക്ക് മറ്റ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവരുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്, അവരും മുസ്ലിങ്ങളാണ്. മൗദൂദികൾക്ക് മുസ്ലിങ്ങളുടെ വിഷമങ്ങൾ വലിയ വേദനയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവർ തന്നെ ഈ നാട്ടിൽ എത്രത്തോളം കുടുംബങ്ങളെ വഴിയാധാരമാക്കി എന്നതിന്റെ തെളിവാണ് ആ സമരമെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഒരിടത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാചക കസർത്ത് നടത്തുകയും മറ്റൊരു വഴിയിലൂടെ മുസ്ലിം കുടുംബങ്ങളെ തന്നെ വഴിയാധാരമാക്കുന്ന കർണാടകയിൽ കണ്ട അതേ കാഴ്ചയാണ് മാധ്യമം പത്ര ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ പ്രതിഷേധ സമരമെന്ന് പറയേണ്ടി വരികയാണ്.